സുരേഷ് ഗോപിയുടെ ഹോൾ സിനിമാ കരിയർ എടുത്തു നോക്കിയാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും മാസ് ആയിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളിൽ ഒന്ന് ലേലത്തിലെ ആനക്കാട്ടിൽ ചാക്കോച്ചിയാണ്. മറ്റൊന്ന് തീർച്ചയായും കമ്മീഷണറിലെ ഭരത്ചന്ദ്രനുമാണ്. കമ്മീഷണറിലെ ഭരത്ചന്ദ്രനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന ക്യാരക്ടറാണ് ആനക്കാട്ടിൽ ചാക്കോച്ചി. 1997 പുറത്തിറങ്ങിയ രഞ്ജി പണിക്കർ തിരക്കഥയൊരുക്കി ജോഷി സംവിധാനം ചെയ്ത ലേലത്തിലൂടെയാണ് ആനക്കാട്ടിൽ ചാക്കോച്ചി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. സോമന്റെ ഗംഭീര പ്രകടനം കൂടെ ഉണ്ടായിരുന്ന സിനിമ വലിയ രീതിയിൽ തിയേറ്ററിൽ വിജയമായി മാറി. സുരേഷ് ഗോപിയുടെ കരിയറിൽ പിന്നീട് ഒരിക്കലും അത്രത്തോളം മാസ് എലവേഷനുള്ള മാസ് സ്വാഗുള്ള ഒരു ക്യാരക്ടർ ഉണ്ടായിട്ടില്ല. ലേലത്തിന്റെ രണ്ടാം ഭാഗമൊക്കെ വരുന്നു എന്നുള്ളത് കേട്ടിരുന്നു, എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും ഉണ്ടായില്ല. രഞ്ജി പണിക്കറിന്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ ലേലം മലയാളത്തിലെ തന്നെ ഏറ്റവും ശക്തമായ സംഭാഷണങ്ങളുള്ള സിനിമയാണ്. സോമനും സുരേഷ് ഗോപിയും ഒരുപോലെ ഗംഭീരമായി പെർഫോം നടത്തിയ സിനിമ സോമന്റെ അവസാന സിനിമയുമായിരുന്നു. എപ്പോൾ കാണുമ്പോഴും ആവേശം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള രഞ്ജി പണിക്കരുടെ ഡയലോഗുകൾ സുരേഷ് ഗോപി ഗംഭീരമായി ഡെലിവർ ചെയ്തു. രഞ്ജി പണിക്കർ തന്നെയാണ് സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ കരിയറിലെ നിർണായകമായ മാസ് കഥാപാത്രങ്ങളൊക്കെ നൽകിയതും. ലേലം ആദ്യം മോഹൻലാലിനെ വെച്ച് ചെയ്യാനിരുന്ന സിനിമയായിരുന്നു, പിന്നീടാണ് അത് സുരേഷ് ഗോപിയിലേക്ക് എത്തിയത്. എന്നാൽ മറ്റൊരാൾക്കും മികച്ചതാക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു സുരേഷ് ഗോപി ആനക്കാട്ടിൽ ചാക്കോച്ചിയെ അവതരിപ്പിച്ചത്. കാണുന്ന നമ്മൾക്കും മറ്റൊരാളെയും ആ ഒരു കഥാപാത്രത്തിൽ സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല. പിന്നീട് ഒരിക്കലും സുരേഷ് ഗോപിക്ക് അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ലഭിച്ചില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. സുരേഷ് ഗോപിയെ പോലെ മാലിന്യസ് ഉള്ള ഒരു സൂപ്പർ സ്റ്റാറിന് അത്തരം കഥാപാത്രങ്ങൾ നിരവധിയായി ചെയ്യാൻ കെൽപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് രഞ്ജി പണിക്കറിനോ ജോഷിക്കോ ഷാജി കൈലാസിനോ ഒന്നും സുരേഷ് ഗോപിയെ വെച്ച് അത്തരത്തിലുള്ള ഒരു സിനിമ നൽകാൻ സാധിച്ചില്ല എന്ന് പറയാം. 2000-ന് ശേഷം സുരേഷ് ഗോപിയിൽ നിന്ന് പിന്നെ അത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഒന്നും പുറത്തു വന്നിരുന്നില്ല. ലേലത്തിലെ ആനക്കാട്ടിൽ ചാക്കോച്ചിയുടെ മറ്റൊരു പതിപ്പായിരുന്നു വാഴന്നൂരിലെ കുട്ടപ്പായി. സുരേഷ് ഗോപിയുടെ കുട്ടപ്പായി എന്ന കഥാപാത്രത്തിന്റെ ഭേദപ്പെട്ട പ്രകടനം മാത്രമായിരുന്നു വാഴന്നൂരിലെ ആശ്വാസം. വാഴന്നൂരിന് ലേലത്തിന്റെ വിജയമൊന്നും തിയേറ്ററിൽ ആവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല, എങ്കിലും ഭേദപ്പെട്ട രീതിയിൽ ചിത്രം തിയേറ്ററിൽ പിടിച്ചു നിന്നു. എന്തായാലും സുരേഷ് ഗോപിയുടെ കരിയറിൽ ആനക്കാട്ടിൽ ചാക്കോച്ചി ഒന്ന് വേറെ തന്നെയാണ്. സുരേഷ് ഗോപിയുടെ മറ്റൊരു കഥാപാത്രത്തിനും ആനക്കാട്ടിൽ ചാക്കോച്ചിയുടെ ലെവലിനോളം വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. പേഴ്സണലി സുരേഷ് ഗോപിയുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച കഥാപാത്രം ആനക്കാട്ടിൽ ചാക്കോച്ചി തന്നെയാണ്.